സിഗരറ്റ് തരും. വാട്ട് ആർ യു ഡൂയിങ്? ആ അപ്പം പുള്ളി ഏതൊരു ബീസ്റ്റ് മോഡിലേക്ക് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ നമ്മളെ വരുന്ന വഴിക്ക് ഏതാണ് ഒരു കടയിലേക്ക് ഇറങ്ങിയിട്ട് വാഴപ്പഴം എന്തൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നേരത്തെ ഈ പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് കവളിൽ ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിച്ചത്. അയാൾ തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അപ്പുറം കൊണ്ടാക്കാന്ന്. ഈ പുള്ളിക്കാരൻ ആ ലിഫ്റ്റ് അടിച്ച കാറിലെ ആളെന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യൻ ഗേളിൽ ഇതുവരെ കിസ് ചെയ്തിട്ടില്ല, കവളത്തൊരു കിസ് തരട്ടെ എന്നുള്ളത്. ഞാൻ വേണ്ട പറഞ്ഞു. ഇന്ത്യൻ ഗേളിനെ കിസ് ചെയ്തിട്ടില്ല, ഞാൻ കവളത്തൊരു കിസ് തരട്ടെ എന്ന് പുള്ളിക്കാരൻ ചോദിച്ചു അത്രേ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ ഇപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള കുറച്ച് പേര് അയച്ചു തന്നിട്ടുള്ള ഒരാൾ എന്നോട് ചോദിച്ചത് നിങ്ങൾ ഇവരുടെ വീഡിയോ ചെയ്യുമെന്നാണ്. കാരണം മുൻപ് ഇവരുടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ജോർജ് എന്ന് പറയുന്ന അമേരിക്കയിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതും പ്രശ്നങ്ങളായതും അന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അരുണിമയുടെ ഭാഗത്ത് തെറ്റാണെന്ന് കണ്ടു, അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവരുടെ വീഡിയോ അവർക്ക് ഇന്നൊരു ദുരനുഭവം ഉണ്ടായി, നിങ്ങൾ ചെയ്യുമോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമ്മൾ ഈ കോണ്ടന്റിൽ സെലക്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനപ്പുറം ഒരാളോട് നമുക്ക് വ്യക്തിപരമായിട്ട് ശത്രുതയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിച്ചെന്ന് പറഞ്ഞാൽ അയാൾ എന്നും ജീവിതകാലം മുഴുവൻ വിമർശിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്ത് നിൽക്കുന്നവരൊന്നും അല്ലല്ലോ. ഒരു റിയാക്ഷൻ ചാൻസും അങ്ങനെയല്ല. സോ എന്താണ് സംഭവം? എപ്പിസോഡ് 6 വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ടർക്കി. ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതേപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നത്, ഇത് കാണുന്ന ലേഡീസ്, നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു താല്പര്യമുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകുമോ? 2, അവിടെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോടുകൂടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ദൂരയാത്ര നടത്തുമോ? എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിച്ചൊക്കെ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? സോ അങ്ങനെയുള്ള സാഹചര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അരുണിമ ചെയ്യുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ അപ്കമിങ് ഒരു യങ്സ്റ്റർ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. തർക്കമേ ഇല്ല അക്കാര്യത്തിനകത്ത്. അത്രയും എന്താണ്, ആണുങ്ങൾക്ക് എവിടെയും സഞ്ചരിക്കുക, പെണ്ണുങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അങ്ങനെ ഒന്നും. ആണുങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാറുണ്ട്, അത് പറയാൻ നിവർത്തി. അതും ചില നാണക്കേടുകളെ കൊണ്ട് ചിലർ പറയാത്തതാണ്. ആണുങ്ങൾക്കും അനുഭവങ്ങളൊക്കെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്. കാരണം ആണുങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് അരുണിമയ്ക്ക് സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് നോക്കാം. അരുണിമ അവിടെ നിന്നുണ്ട് ഇത് ലിഫ്റ്റ് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു വണ്ടിയിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. ആള് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ക്യാപ്റ്റോക്കിയും കഴിഞ്ഞിട്ടാണ് പോകുന്നത് തോന്നുന്നു. BMW-ലൊക്കെയാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. താങ്ക് യു. അപ്പോൾ BMW ഓണർ ഒരു പുള്ളിക്കാരൻ ഇത് നമ്മുടെ അരുണിമയ്ക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഇത് ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇപ്പം നമ്മൾ കാലഘട്ടം മാറി, ഒരുപാട് രീതിയിൽ നമ്മളിപ്പം ചെയ്യുന്നൊരു ഇപ്പം ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്ന പരിപാടി, ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ അടുത്ത് നമ്മൾ ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യുക. അത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് നടന്നു പോകുന്നവരുണ്ട്, അല്ലാതെ സൈക്കിളിൽ പോകുന്നവരുണ്ട്, ബൈക്കിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, കാറിൽ പോകുന്നവരുണ്ട്, സാമ്പത്തികമുള്ളവരുണ്ട്, സാമ്പത്തികം ഇല്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അരുണിമയുടെ യാത്രകളെന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ചോദിച്ച് പോകുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അതിനെ കോണ്ടന്റ് ആക്കുന്നു, അതിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ ഇപ്പോൾ എവിടെ എത്തി? നമ്മുടെ ടർക്കിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നക്കാരൻ. കാണാം. കുടിക്കാൻ വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് കാറിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും. മറ്റത് ഞാൻ എന്താ പറയാ, വേറെ ഇങ്ങനെ ട്രക്കിലെല്ലാം പോവായിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ. പക്ഷെ ഇതിലായതുകൊണ്ട് അധികം സമയം എടുക്കില്ല. അപ്പൊ ഞാൻ ഭയങ്കര ലക്കി, അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും എത്തൂലായിരുന്നു. ഇന്നലെ പോകുന്ന അത് അവർ ലക്കിയാണെന്ന് പറയാൻ കാര്യം, ആ സ്ഥലത്ത് നിങ്ങൾ കണ്ടല്ലോ, വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാത. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോകണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം, സപ്പോർട്ട് വേണം. അപ്പോൾ ഒരു BMW കാർ വളരെ അടിപൊളിയായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ജേണിയിലേക്കൊക്കെ പോകുക എന്ന് പറയുമ്പോഴേക്കും ഒരു വലിയൊരു ബ്ലസ്ഡ് ആയിട്ടൊരു മൊമെന്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി തോന്നിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം. രാവിലെ 9 മണിക്ക് എനിക്ക് സിഗരറ്റ് തരുന്നേ, അതെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എല്ലാവരും ആദ്യം കൈകൊണ്ട് തോണ്ടിയിട്ട് സിഗരറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ സിഗരറ്റ് കൊടുത്തിട്ട് പുള്ളിക്കാരത്തി വേണ്ട എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരത്തി. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള കാര്യം. പക്ഷേ പുള്ളിക്കാരൻ അവിടെ അങ്ങ് അങ്ങ് തുടങ്ങിയായിരുന്നു. ഫുൾ ടൈം ഇങ്ങനെ സിഗരറ്റ് തരും. വാട്ട് ആർ യു ഡൂയിങ്? അപ്പം പുള്ളി ഏതൊരു ബീസ്റ്റ് മോഡിലേക്ക് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ നമ്മളെ വരുന്ന വഴിക്ക് ഏതാണ് ഒരു കടയിലേക്ക് ഇറങ്ങിയിട്ട് വാഴപ്പഴം എന്തൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള പരിമിതി കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് കടി അങ്ങ് ഇളകി അങ്ങ് വിജൃംഭിച്ച് അങ്ങ് പുള്ളിക്കാരൻ അങ്ങോട്ട് വേറെ മൂടില്ല.
എന്താണ് മറ്റേ അതാ ആ ഒരു അവസ്ഥയിലേക്ക് പുള്ളിക്കാരൻ അങ്ങ് പോയി. അത് പുള്ളിക്കാരത്തെ അങ്ങോട്ട് അതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട്, ക്യാമറ കയ്യിലിരിപ്പുണ്ട്, വാട്ട് ആർ യു ഡൂയിങ് എന്ന് പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട്. അപ്പോഴേ No fatal. What are you doing? What? പുള്ളിക്കാരൻ്റെ ഭാഷ എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ പരിപാടി എന്താണെന്നുള്ള കാര്യം. ഇപ്പം യൂട്യൂബിൻ്റെ കുറച്ച് പോളിസീസ് ഒക്കെ ഉണ്ട്. നമ്മൾ ചില വാക്കുകളൊക്കെ പറഞ്ഞ് തന്നെ യൂട്യൂബ് ആ വീഡിയോ അങ്ങ് തകർത്തുകളയും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടാനൊന്നും പെർമിഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എന്തൊരു ആക്റ്റാണ് കാണിച്ചേക്കുന്നുള്ള കാര്യമുണ്ട്. അപ്പം ഒരാളെ സഹായിക്കാമെന്നുള്ള വ്യാജേന വഴിയിൽ വണ്ടി കൊണ്ട് നിർത്തുകയും വണ്ടിയിൽ കയറ്റുകയും എന്നിട്ട് വെള്ളം ആദ്യം കൊടുക്കുന്നു. വലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വലിക്കാൻ എന്ത് കൊടുക്കുന്നു? സിഗരറ്റ് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും വളരെ ഹാപ്പി ആയിട്ടുള്ള ജേണി പോലെ ആ കുട്ടി അതിന് സന്തോഷത്തോടുകൂടി ആ യാത്രയിൽ തുടരുന്നു. ആ സമയത്ത് നൈസായിട്ട് പുള്ളിക്കാരൻ്റെ എവിടെയോ നിന്ന് വന്നിട്ടുള്ള ഞരമ്പുകൾ പിടിഞ്ഞു മുറുകുന്ന ഒരു അസുഖം വന്നു. അങ്ങനെ ആ ഞരമ്പുകളെല്ലാം കൂടെ കെട്ടി മുറുകി ഒരു പ്രത്യേക സമയത്ത് അതങ്ങോട്ട് പുറത്തേക്ക് വരുന്നു. അത് അതിരുവിടുന്നു. ആ പുള്ളിക്കാരത്തി എന്താണ് സംഭവം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും പുള്ളിക്കാരൻ അവിടെ നിന്ന് പിടുത്തം വിടുന്നില്ല. എവിടത്തെ പിടുത്തം? അവിടത്തെ പിടുത്തം. ഓ ആ നോട്ടം കണ്ടോ? ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാൾ ഓരോ വൃത്തികേടും കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ഓരോ വൃത്തികേടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഞാനുള്ളത്. ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കയറിയതാ. പക്ഷെ അയാൾ ഒരുമാതിരി വൃത്തികേടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ കണ്ടപ്പോൾ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ്. ഇവിടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയത്. അയാൾ ഫിസിക്കൽ അബ്യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കാരത്തിയെ എന്താണ് ഓരോന്നും കാണിച്ചു കൊടുക്കാനുള്ള സംഭവം ഇതൊക്കെ നോക്കി ആ പുള്ളിക്കാരത്തിയെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. അപ്പോൾ ഇത് പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്തിട്ട് ഈ ആക്ടൊക്കെ ചെയ്തിട്ടും പുള്ളിക്കാരത്തിക്ക് ആ ഏരിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു വണ്ടി കിട്ടുക എന്നുള്ള കാര്യം പ്രായോഗികമല്ല. കാണുന്ന വിജനമായ വളരെ നീണ്ടു നിവർന്ന് നടക്കുന്ന പാത. അപ്പം ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത്രയും ദൂരത്തെ യാത്ര എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് അയാളോടൊപ്പം തന്നെ ആ യാത്ര കണ്ടിന്യൂ ചെയ്ത കാഴ്ചയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം കുറേ നേരത്തിന് ശേഷം ഏതോ ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ പെട്രോൾ പമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി. എന്താ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ആള് വീഡിയോ എടുക്കരുത് അങ്ങനെ എല്ലാം പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത്? ഇവിടത്തെ ആൾക്കാരെന്തോ ഭയങ്കര എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. എനിക്ക് അറിയുന്നില്ല. ഇത് നമ്മൾ ഇവിടുത്തെ എല്ലാ ആൾക്കാരും നമ്മളിപ്പോൾ ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ടർക്കി എന്ന് പറയുന്ന നാട്ടിൻ്റെ അകത്തുള്ള ഒരു വ്യക്തി കാണിച്ച കാര്യം ചിലപ്പോൾ ഒന്നിലധികമോ വ്യക്തികൾ നമ്മളുടെ അടുത്ത് ഇടപെട്ടിട്ടുള്ള ആൾക്കാർ കാണിക്കും. അപ്പം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം ഇവിടുത്തെ ആൾക്കാർ മൊത്തം എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കില്ല. അത് സത്യം പറഞ്ഞാൽ അത് ഈ പുള്ളിക്കാരത്ത് ചിലപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതായിരിക്കാം. ബൈ മിസ്റ്റേക്ക് ആയിരിക്കും. ഇവിടുത്തെ നാട്ടുകാരല്ല, ഒന്നുകൂടെ അത് കേട്ട് നോക്കൂ. ഭയങ്കര എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് എടുത്തപ്പോൾ ആള് വീഡിയോ എടുക്കരുത് അങ്ങനെ എല്ലാം പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത്? ഇവിടത്തെ ആൾക്കാരെന്തോ ഭയങ്കര എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. എനിക്ക് അറിയുന്നില്ല എന്താ ഇത്ര പ്രശ്നം. ഞാൻ എന്നിട്ട് എന്റെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ അന്ന് ടെന്റിലെല്ലാം ഓക്കെ എന്താ പറഞ്ഞ അപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് വന്ന് വിദേശത്ത് നിന്ന് വന്ന പല സ്ത്രീകൾക്ക് ഇപ്പം കോവളത്ത് മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇവർ പോകുന്ന യാത്രകളിലൊക്കെ ബീച്ചിലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലാതെയൊക്കെ ഒരു തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അവര് ഇവിടെ നിന്ന് പുറത്തേക്ക് അവരുടെ രാജ്യത്തിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വ്ളോഗിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് അറിയാത്ത ആൾക്കാരും ഇതിനകത്ത് പെടും. അതായത് ടർക്കി എന്ന് പറയുന്ന ആളുടെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ബാക്ക് പാക്കർ അരുണിമ ചെയ്യുന്ന വീഡിയോ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ഒരു നാടിനെ കുറിച്ച് തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ പർട്ടിക്കുലർ വ്യക്തികളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ആ ഒരു നാടിനെ മൊത്തത്തിൽ ജനറലായിട്ട് ഒരു സെറ്റപ്പ് പോലെയൊക്കെ വരും. ചിലപ്പോൾ അവരുടെ അപ്പോഴത്തെ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല, എങ്കിലും വാക്കുകൾ എന്നുള്ള സംഭവം കൊണ്ട് മാത്രം ഓർപ്പിക്കുന്നതാണ്. കാരണം അത് കേൾക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ആ നാടിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കും. പിന്നെ ഈ കാണിച്ചേക്കുന്ന മറ്റവൻ്റെ ഗുണവധികാരം നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, അവരാതെ പിറവിയാണത്, സംശയമൊന്നും വേണ്ട. അതായത് ഒരു ഇതിനകത്ത് പുള്ളിക്കാരി തുടക്കത്തിൽ തന്നെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് അതും കൂടെ ഒന്ന് കേൾക്കാം. ഞാനിപ്പോ നിൽക്കുന്നത് സ്ഥലത്തിന്റെ പേരെന്താ, കിക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടർക്കിയിലുള്ള ഒരു സ്ഥലത്താണുള്ളത്.
എന്റെ അമ്മ ഒന്നും പറയണ. ഞാനിപ്പോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ലിഫ്റ്റ് അടിച്ചാണ്. ആ ലിഫ്റ്റ് അടിച്ച കാറിലെ ആളെന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യൻ ഗേളിൽ ഇതുവരെ കിസ് ചെയ്തിട്ടില്ല, കവളത്തൊരു കിസ് തരട്ടെ എന്നുള്ളത്. ഞാൻ വേണ്ട പറഞ്ഞു. ഇന്ത്യൻ ഗേളിനെ കിസ് ചെയ്തിട്ടില്ല, ഞാൻ കവളത്തൊരു കിസ് തരട്ടെ എന്ന് പുള്ളിക്കാരൻ ചോദിച്ചു അത്രേ. എന്ത് കഷ്ടം. ഇവിടെ എന്താ ആൾക്കാർക്ക് കിസ് കിട്ടാണ്ട് എന്തായി പോകുന്ന ആൾക്കാരാണോ? വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇതാണല്ലേ പറയുന്നത്. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. സീരിയസ്ലി ഇവിടെ എല്ലാവരും ഒരേപോലെ അത് തന്നെ പറയുന്നത് എന്താ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കിവിടെ മേ ബി നമ്മുടെ ഇന്ത്യൻ ഗേൾസിന് ഇപ്പം വിദേശ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ കാണുമെങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഇന്ത്യൻ ഗേൾസിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ്? അഥവാ ഇപ്പം ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ടാവുമല്ലോ, ചില നാടുകളോടുള്ള താല്പര്യം, ചില നാട്ടിലെ സ്ത്രീകളോടുള്ള താല്പര്യം, ചില നാട്ടിലെ പുരുഷന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉണ്ടാവും. അപ്പം ഇന്ത്യൻ സ്ത്രീകളോടുള്ള താല്പര്യം ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുള്ള ആൾക്കാർക്ക് വളരെ കൂടുതലാണോ? കാരണം അതിപ്പോൾ അവർ പറയുന്ന ഒരു കാര്യത്തിൻ്റെ അകത്ത് നിന്ന് എനിക്കറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ, ജിജ്ഞാസ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അറിയുന്നവരുണ്ടെങ്കിൽ എൻ്റെ സംശയം നിവർത്തീകരിച്ച് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണമേ എന്ന് വിനീതമായി താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അതിനെക്കാട്ടിൽ എസ്പെഷ്യലി ഞാൻ ചോദിക്കുന്നത്, ടർക്കിയിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? നിങ്ങളുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കാണോ? ഈ റോഡ് അപ്പുറത്ത് നിൽക്കണോ ഇപ്പം നിൽക്കണോ? അപ്പുറത്തെ ആയിരിക്കുമല്ലേ പോവാ? എനിക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ അവിടെ നിർത്താൻ സ്ഥലമില്ലല്ലോ. ലേറ്റ് ഉണ്ട് പക്ഷെ സ്ഥലമില്ല. നോക്കട്ടെ. ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പൊ നേരത്തെ ഈ പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് കവളിൽ ഉമ്മ വച്ചോട്ടെ എന്ന് ചോദിച്ചത്. അയാളെ തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അപ്പുറം കൊണ്ടാക്കാന്ന്. ഈ പുള്ളിക്കാരത്തിന്റെ ധൈര്യം സത്യം പറയാം, ഇത് വേറെ ലെവലാ. അവരെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കണേ, ഇവിടെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഹായ് ഗൈസ് നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, ഈ പുള്ളിക്കാരനാണ് കുറച്ചും എന്നെ ഉമ്മ വയ്ക്കണമെന്ന് ചോദിച്ചത്. നമ്മൾ അവരോട് കൂടെ അപ്പുറത്തോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് മലയാളം അറിയത്തില്ലല്ലോ. ഒന്നാമത് നമ്മുടെ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഭാഷയാണ്. അപ്പം മറ്റേ പുള്ളിക്കാരൻ മറ്റേ ഏത് സിനിമ, ആ സിനിമയ്ക്കകത്ത് സ്പാനിഷ് മസാലയോ ആ സിനിമയ്ക്കകത്ത് മറ്റേ ദിലീപ് മറ്റേ ആളുടെ ഫ്രണ്ടിൽ കിടന്ന് അറിയുന്നില്ല എനിക്കുണ്ടല്ലോ, അതിന്റെ മൂക്കിലിട്ട് ഇടിച്ചിട്ട് അതുകൊണ്ട് സാറേ സോറി എന്റെ പട്ടി പറയപ്പെടാ അതൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടൊക്കെ പറയുന്നില്ലേ, വളരെ വിഷമത്തോടൊക്കെ പറയും പോലെ. അതുപോലെ എന്നെ ഇത് മനസ്സിലാകുന്നു. ഉമ്മ വെച്ചോട്ടോ എന്ന് ചോദിച്ചത് ആട് എന്നെ അടുത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, അയാളുടെ കൂടെ കയറി പോകുന്നുണ്ട്. ധൈര്യം എന്നല്ല അതൊന്നും പറയാനില്ല. പക്ഷെ അവിടെ ആള് കണ്ടന്റായത് വേറെ കാര്യം. റോഡ് അടിപൊളി ആയതുകൊണ്ട് തന്നെ 58 മിനിറ്റും 78 കിലോമീറ്ററും ദിനാറിലേക്ക് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുള്ളത്. 1 അവർ എല്ലാം എന്നെ കൊണ്ടാക്കുക. 78 കിലോമീറ്റർ കൊണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ കൊണ്ടാക്കാന്ന് പറഞ്ഞ പോലെ ഇവിടെ 78. പുള്ളിക്കാരായിട്ട് ഞാനിതാ കുറെ നേരമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Süleyman dede. Türkiye. No. Music? Müzik. Yeah. Erik Dalı. രണ്ടുപേരായിട്ട് കുറെ നേരത്തെ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് അന്യോന്യം അങ്ങോട്ടും ഭാഷ മനസ്സിലാവുന്നില്ല. ആ സംസാരം അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സാധനം ഒരു പ്രത്യേക ഒരു ഭാഷ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. പുള്ളിക്കാരത്തൊന്നും അറിയാതെയും ആ നാട്ടിലെ ഭാഷ അറിയാതെ ഇത്രയും ദൂരമൊക്കെ പോയില്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അത് സത്യം പറയാലോ. Ne söyleyeyim bilemedim ki. എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. കുറെ ട്രാൻസ്ലേറ്റിലാണ് സംസാരിക്കുന്നത്. Hindistan kod, Sadık Börük kod, baş koymuşum Türkiye'min yoluna. ഓക്കെ, എന്തോ പറയുന്നുണ്ട്. ഹിന്ദി അടിപൊളിയാണെന്ന് അങ്ങനെ എന്താ ഞാൻ മനസ്സിലാക്കിയത്. നല്ല പച്ചത്തെറിയോണ്ടായിരിക്കും മേ ബി. എന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ പുള്ളിക്കാരത്തിന്റെ ധൈര്യത്തിന് നമ്മൾ ആരും കണ്ടില്ലെന്ന് അടിക്കുന്നില്ല, അത് വേറൊരു കാര്യം. ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വ്യക്തികൾ കാണിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് അവൻ്റെ കൂടെ ഈ ലിഫ്റ്റ് കണ്ടിന്യൂ ചെയ്തത് എന്നതാണ്. ഞാനും അതിന് ആലോചിക്കുന്നത്. പകുതി വീഡിയോ മുക്കി പകുതി വീഡിയോ മുക്കിയോ മുക്കി ആരെങ്കിലും ഇതിന് മുമ്പ് ഈ വീഡിയോ ഉണ്ടവരുണ്ടെങ്കിൽ ആ മുക്കിയ വീഡിയോയുടെ കാരണം എന്താണെന്ന് നിങ്ങൾ പറയണേ. അവൾ എന്ത് എന്ത് എൻജോയ് ചെയ്ത് കാണും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വഴിയിലിറങ്ങിപ്പോയാൽ പിന്നെ ലിഫ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാ, സഹിച്ചിരുന്നതായിരിക്കാം. നിന്റെ സൗണ്ടിൻ്റെ ഒരു പതറൽ എന്തോ നടന്നു, സാരമില്ല, സ്വാഭാവികം. ഡിൻഡോൾഡിഫിക്ക സദാഫിക്ക കണ്ടന്റ് ഇതിപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പാനിക്കായി ഇറങ്ങി ഓടാൻ ട്രൈ ചെയ്ത മേ ബി വേറെ വലിയ അപകടം ഉണ്ടായേക്കാം. ഇതൊക്കെ കണ്ടന്റാണ്. ഓക്കെ, പണം കൊടുത്ത് യാത്ര ചെയ്യൂ. ഓസ് ശീലമായി അതാ ഇപ്പം ഇതൊക്കെ കാണേണ്ടി വരും. കണ്ടാൽ മാന്യൻ തോന്നിക്കുന്ന കാറിൽ വന്ന് വൃത്തികെട്ടവനേക്കാളും മാന്യത കാട്ടിൽ കഞ്ചാവ് അടിച്ച് നടക്കുന്ന മറ്റു ചെറുക്കനുണ്ടായിരുന്നു. എന്താ അല്ലേ, കണ്ടിട്ട് എന്തോ പേടിയാകുന്നു. സേഫായി പോവുക. 78 കിലോമീറ്റർ ലിഫ്റ്റ് തന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രതീക്ഷിച്ച് കാണുമെന്ന്. സച്ച ചിൽകൈ കിസ് ചോദിച്ച ആളുടെ കാറിൽ വീട്ടിൽ രാത്രി കയറാൻ കാണിച്ച ധൈര്യം. പൂവ് ചോദിച്ചാൽ പൂക്കാലം. എനിവേ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്ത് കമ്പെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ കാണുന്നത്. ആ ഒരു വിൽ പവർ. ചിലപ്പോൾ
അത് ഈ തരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പോലും അത്രയും ധൈര്യം ഉണ്ടാവണമെന്നില്ല. എനിക്ക് പറയാൻ പറ്റും. അത് ഈ ഇത്രയും വേറെ രാജ്യം മറ്റുള്ള സ്ഥലത്ത് നമുക്ക് ആ ഒരു കൾച്ചറുള്ള ആൾക്കാർ അവരെന്തൊക്കെയായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളതെന്ന് പോലും അറിയാതെ പല സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോഴും റേസിസം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മളവിടെയൊക്കെ പോകുമ്പോഴേക്ക് ഇന്ത്യക്കാരെയൊക്കെ ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് അടിച്ചോടിക്കാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സെറ്റപ്പ് കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരമൊക്കെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും അവിടുത്തെ ആൾക്കാർ ഒരു കുതിര കയറാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടിച്ചോടിച്ചുകൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ. അപ്പോൾ അങ്ങനെ ഇതിപ്പം പുള്ളിക്കാരത്തി ടർക്കി എന്നുള്ള നാട്. ഇപ്പോൾ ടർക്കി എന്നുള്ള നാട്ടിനെ കുറിച്ച് പോയിട്ടുള്ളവരോ അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. കാരണം അങ്ങനെയാണോ? ഫ്രസ്ട്രേറ്റഡ് ആണോ അവിടുത്തെ ആൾക്കാർ? സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണോ അവിടുത്തെ ആൾക്കാർ? എന്തായാലും ചേട്ടൻ അദ്ദേഹം അവിടെ നിന്ന് റോഡിൽ നിന്ന് വാങ്ങിയ പഴവും അതൊക്കെ എടുത്ത് കാണിക്കുന്ന ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ വയ്ക്കാൻ വേണ്ടി ശ്രമിച്ച ചേട്ടൻ അദ്ദേഹത്തിനോടൊപ്പം ട്രാവൽ ചെയ്തൊക്കെ പോയി. ബട്ട് പുള്ളിക്കാരത്തി ആത്യന്തികമായിട്ട് ചിന്തിക്കുന്ന യാത്ര മുഖ്യമാണ്. അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒബ്സ്റ്റക്കിൾസ് വന്നേക്കാം. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കാതെ ഒരു യാത്ര തുടരുന്നുള്ളതായിരുന്നു. എനിക്കിപ്പോഴും പറയാനുള്ളത് സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം നിങ്ങളെ സ്വാഭാവികമായിട്ട് നിങ്ങളെ സുരക്ഷിതയാക്കി യാത്ര ചെയ്യിപ്പിക്കാനും നിങ്ങളെ എന്തെങ്കിലും അപകടം വന്നാലും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടേക്ക് കെയർ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റോഡിൻ്റെ അകത്ത് മറ്റേ BMW ചേട്ടനെ കുറിച്ചൊക്കെയുള്ള പ്രത്യേക അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ഗൈസ്, ബൈ.